ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മാർപ്പാപ്പയുടെ കബറടക്കത്തിന് മുൻപേ പാമ്പളാനി പിതാവിൻ്റെ വിമത സ്വരം. മാർപ്പാപ്പ ദിവംഗതനായി. ഇനി അദ്ദേഹം ഇല്ലല്ലോ എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല. പാമ്പളാനി മെത്രാപ്പോലിത്ത മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ വിമത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തന്നെ നേതൃത്വം കൊടുക്കുകയും വിമത വൈദികരെയും അൽമായ മുന്നേറ്റക്കാരെയും അനുസരണക്കേട് അഭ്യസിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പാമ്പളാനി മെത്രാപ്പോലിത്ത സഭയെ നശിപ്പിക്കാൻ മറ്റ് മെത്രാന്മാർ കൂട്ട് നിൽക്കണോ എന്ന് ആലോചിക്കുക. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തിനെതിരെ എറണാകുളത്തെ സഭാ നേതൃത്വം തന്നെ നുണ പ്രചരിപ്പിക്കുന്നു. അതെ, മാർപ്പാപ്പ ദിവംഗതനായി, ഇനി അദ്ദേഹം കേൾക്കില്ല എന്ന് വിചാരിച്ച് ഒരു TV ചാനലിൽ വന്നിരുന്ന് എറണാകുളത്തെ സീറോ മലബാർ സഭയുടെ നേതൃത്വം തന്നെ നുണ പ്രചരിപ്പിക്കുന്നു. ഈ നുണ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചെവിയിൽ എത്തുകയില്ല എന്ന് വിചാരിച്ചിട്ടാകണം ഇങ്ങനെ നുണ തന്നെ തട്ടിവിടുന്നത്. എന്ത് വിട്ടുവീഴ്ച ചെയ്തും എറണാകുളത്തെ സമാധാനം സ്ഥാപിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരുന്നുവെന്നാണ് ഒരു നുണ. സഭ വിഭജിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞതെന്ന് രണ്ടാമത്തെ നുണ. വാസ്തവത്തിൽ അനുസരണമില്ലാത്തടത്ത് ശീഷ്മയുണ്ടെന്നും നിങ്ങൾ ശീഷ്മയിലേക്ക് പോകാതിരിക്കാൻ അനുസരിക്കൂ എന്നുമാണ് മാർപ്പാപ്പ പറഞ്ഞത്. അനുസരണമില്ലാത്തവരെ ചേർത്ത് പിടിച്ച് വിഭജനം ഒഴിവാക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല. ഒരു മാർപ്പാപ്പയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ശക്തമായ കാനോനിക നടപടികൾ എടുക്കേണ്ടി വന്നാൽ എടുക്കണമെന്നും അതിന് സഭാ നേതൃത്വം തയ്യാറാകണമെന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിൽ ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി എനിക്ക് ഇടപെടേണ്ടി വരുമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കിയിട്ടുണ്ട്. വിമത വൈദികർക്കെതിരെ അൽമായ മുന്നേറ്റക്കാർക്കെതിരെ ശക്തമായ കാനോനിക നടപടികൾ എടുത്താൽ സഭ വിഭജിക്കപ്പെടുമെന്നത് വിമതരുടെ പ്രചാരണ വേലയാണ്, നുണപ്രചാരണം. മെത്രാന്മാരല്ലാതെ മറ്റാരും ഈ നുണപ്രചാരണത്തിൽ വീണിട്ടില്ല. നമ്മെ നോക്കി ചിരിക്കാൻ ഇരിക്കുന്നവർക്ക് ഒരു അവസരം കൊടുക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ സമവായത്തിന് ശ്രമിച്ചത് എന്നാണ് പാമ്പളാനി പിതാവിൻ്റെ ഭാഷ്യം. നമ്മെ നോക്കി ചിരിക്കാനിരിക്കുന്നവർക്ക്, അതേ സഭ വിഭജിക്കപ്പെട്ടാൽ, ഇതിൽ കൂടുതൽ നമ്മളെ നോക്കി ആൾക്കാർ ഇനി ചിരിക്കാനുണ്ടോ? ഇതിൽ കൂടുതൽ നമ്മൾ നാറാനുണ്ടോ? ഇതിൽ കൂടുതൽ ആൾക്കാർ നമ്മെ ആക്ഷേപിച്ച് പരിഹസിച്ച് ചിരിക്കാനുണ്ടോ? എല്ലാ മെത്രാന്മാരും വാഴപ്പിണ്ടികളായി പോയ ഒരു സഭ എന്ന ഖ്യാതി മറ്റേതെങ്കിലും സഭയ്ക്ക് ലോകത്തുണ്ടോ? മെത്രാന്മാരെല്ലാവരും ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടുന്ന ഒരേ ഒരു സഭ, അതാണ് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭ എന്ന ഒരു ചിന്ത അന്തരീക്ഷത്തിൽ തളം കെട്ടി നിൽപ്പുണ്ട്. ഇതിനേക്കാൾ വലിയ ആക്ഷേപം ഇനി എവിടെ ഉണ്ടാകാൻ? അതുകൊണ്ട് നമ്മെ നോക്കി ചിരിക്കാനിരിക്കുന്നവർക്ക് ഒരു അവസരം കൊടുക്കരുത് എന്ന് കരുതി എന്നുള്ളത് ശുദ്ധമായ തട്ടിപ്പാണ്. സുറിയാനി കത്തോലിക്ക സഭയുടെ തലവന്റെ തിരഞ്ഞെടുപ്പിൽ പരിശുദ്ധാത്മാവിന് റോളുണ്ടോ എന്ന് ആളുകൾ സംശയിക്കുന്ന തരത്തിൽ സഭയുടെ നേതൃത്വം പെരുമാറുന്നത് ശരിയായ രീതിയാണോ? അങ്ങനെ ഇടയാക്കിയത് അൽമായ വിശ്വാസികളാണോ അതോ സഭാ നേതൃത്വമാണോ? പരിശുദ്ധാത്മാവല്ല ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തെ തിരഞ്ഞെടുത്തത് എന്ന മട്ടിലാണ് പ്രചാരണം. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന് ചേർന്ന പ്രവൃത്തികളല്ല സഭാ നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്നല്ല വരുന്നതെങ്കിൽ അത് പിശാചിൽ നിന്നാണ്, മറ്റൊരു സ്ഥലത്തു നിന്നാണ്, പിശാചിൽ നിന്നാണെന്ന് എന്നല്ലേ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ളത്? അതല്ലേ നിങ്ങൾ കേട്ടിരിക്കുന്നത്, ഞാൻ കേട്ടിരിക്കുന്നത്. സഭയിൽ അനൈക്യത്തിന് കാരണം സഭാ നേതൃത്വവും വിമതരും മാത്രമാണെന്ന് സത്യം മറച്ചു വെച്ച്
സഭയുടെ തലപ്പത്തിരിക്കുന്ന ഒരു മെത്രാപ്പോലീത്ത പരസ്യമായി വ്യാജം പ്രചരിപ്പിക്കുമ്പോൾ സത്യം ലോകത്തെ ഒന്നുകൂടി അറിയിക്കേണ്ടത് ഏത് ക്രിസ്ത്യാനിയുടെയും ചുമതലയാണ്. ആ ചുമതല ഞാനിപ്പോൾ നിറവേറ്റുകയാണ്. 2023 ഡിസംബർ 7 ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി മാത്രമായി നൽകിയ വീഡിയോ സന്ദേശം ഞാൻ വീണ്ടും അവതരിപ്പിക്കുകയാണ്. വത്തിക്കാന്റെ സൈറ്റിൽ നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാം. മാർപ്പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ പറയുന്നതിന് താഴെ മലയാള പരിഭാഷയുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. മറ്റന്നാളാണ് മാർപ്പാപ്പയുടെ കബറടക്കം. അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ആദരാഞ്ജലിയാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞ സന്ദേശം വീണ്ടും കേൾക്കുന്നത്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നത്. അതിനെതിരെ പ്രചാരണം നടത്തുന്ന എറണാകുളത്തെ സഭാ നേതൃത്വത്തിന്റെ കാപട്യത്തെ നഖശികാന്തം എതിർക്കുന്നത്. അത് മാർപ്പാപ്പയോട് ചെയ്യുന്ന ഏറ്റവും വലിയ നല്ല കാര്യമായിരിക്കും. ഞാൻ ആ സന്ദേശം, ആ വീഡിയോ സന്ദേശം, അത് 20 പാരഗ്രാഫ് ഉണ്ട്. ഓരോ പാരഗ്രാഫും വായിച്ച് ചില കാര്യങ്ങൾ, അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ മാർപ്പാപ്പയുടെ വാക്കുകളാകുമ്പോൾ പല പൊരുളുകളുണ്ട്. അതെല്ലാവർക്കും ഒറ്റയടിക്ക് മനസ്സിലാകണമെന്നില്ല. അതൊന്ന് പതുക്കെ ഒന്ന് വിശദീകരിച്ചിട്ടാണ് പോകുന്നത്. മാർപ്പാപ്പയുടെ ആ വീഡിയോ സന്ദേശത്തിലെ 20 പാരഗ്രാഫുകളും ഞാനൊന്ന് വായിക്കുകയാണ്. അതിൻ്റെ എൻ്റെ ചില വ്യാഖ്യാനത്തോടു കൂടെ. ആ വ്യാഖ്യാനം, എൻ്റെ വ്യാഖ്യാനം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും തിരുത്താം. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. എന്നെ വ്യക്തിപരമായി ആക്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരുത്താം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നൽകുന്ന സന്ദേശം. ഇതാണ് തലക്കെട്ട്. പരിശുദ്ധ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നൽകുന്ന സന്ദേശം. ഈ തലക്കെട്ട് തന്നെ സുപ്രധാനമാണ്. അത്യസാധാരണമായ ഒരു നീക്കമാണ് മാർപ്പാപ്പ നടത്തിയത്. ഒരു സ്വയംഭരണ സഭയിൽ, സൂയിയൂരിസ് ചർച്ച്, ഒരു സ്വയംഭരണ സഭയിൽ മാർപ്പാപ്പമാർ ഇങ്ങനെ നേരിട്ട് ഇടപെടാറില്ല. അത് ഒരു ഫെഡറൽ സിസ്റ്റത്തിന്റെ മാന്യതയാണ്, മര്യാദയാണ്. ഒരു അതിരൂപതയോടോ രൂപതയോടോ ഇതുപോലെ മാർപ്പാപ്പ നേരിട്ട് അഭ്യർത്ഥിക്കാറില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാറില്ല. ഈ സന്ദേശത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇത്ര അത്യസാധാരണമായിട്ട് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, അതിന്റെ സന്ദേശത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എറണാകുളത്ത് സുറിയാനി കത്തോലിക്കർ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, ഈ സന്ദേശത്തോട് കൂറു പുലർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പ്രവർത്തിക്കുക. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ. അതത് ഇടവകകളിൽ പ്രവർത്തിക്കാനാണ് ഞാൻ പറയുന്നത്. അതത് ഇടവകകളിൽ തീർച്ചയായിട്ടും അതിനുവേണ്ട ഒത്താശകൾ, അതിനുവേണ്ട മറ്റ് സഹായങ്ങളൊക്കെ വിവിധ സഭാനുകളുടെ വിവിധ സംഘടനകളിൽ നിന്ന് ലഭിക്കാൻ ഇടയുണ്ട്, സ്വീകരിക്കുക. പക്ഷെ അതത് ഇടവകളിലാണ് പ്രവർത്തിക്കേണ്ടത്. അതത് ഇടവകൾ പ്രവർത്തിക്കുമ്പോൾ വകതിരിവോടെ പ്രവർത്തിക്കണം. ഈ വിമത വൈദികരും അവരുടെ ഗുണ്ടകളും നമ്മളെ ആക്രമിക്കുകയും അവർ പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പലയിടത്തും ഉണ്ട്. നമ്മൾ പലതും കണ്ടതാണ്. അപ്പം ഇതൊക്കെ മുൻകൂട്ടി കാണാൻ സഭാനുകൂലിക്ക് കഴിയണം. തീർത്തും ബാലിശമായി പെരുമാറരുത്. കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. മാർപ്പാപ്പയുടെ വാക്കുകളിലേക്ക്. 1-ാമത്തെ പാരഗ്രാഫാണ്. വത്സരങ്ങളായി ഞാൻ നിങ്ങളെ അനുഗമിക്കുന്നു. ഐ ഫോളോ യു എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ സഭയുടെ കാര്യങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. വത്സരങ്ങളായി ഞാൻ നിങ്ങളെ അനുഗമിക്കുന്നു. സാർവത്രിക സഭയ്ക്ക് സന്തോഷവും അഭിമാനവും നൽകുന്ന പ്രിയപ്പെട്ട സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത വിശ്വാസവും പ്രേക്ഷിത പ്രതിബദ്ധതയും എനിക്ക് അറിവുള്ളതാണ്. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയം ദുഃഖപൂരിതമാണ്. സാർവത്രിക സഭയ്ക്ക് സന്തോഷവും അഭിമാനവും നൽകുന്ന പ്രിയപ്പെട്ട സീറോ മലബാർ സഭ. എന്തുകൊണ്ട്? പ്രേക്ഷിത വിശ്വാസം, പ്രേക്ഷിത പ്രതിബദ്ധത, അങ്ങനെയുള്ള സഭ. പക്ഷെ ആ സഭയോട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ മാർപ്പാപ്പ പറയാണ്, എൻ്റെ ഹൃദയം ദുഃഖപൂരിതമാണ്. കൽദായ ലോബി മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് എറണാകുളം വിമത വൈദികരുടെ കുപ്രചരണം. അത് തുടക്കത്തിലെ മാർപ്പാപ്പ ഖണ്ഡിക്കുകയാണ്.
വത്സരങ്ങളായി സംവത്സരങ്ങളായി ഞാൻ നിങ്ങളെ അനുഗമിക്കുന്നു, ഞാൻ നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ലോബിക്കും കഴിയില്ല. കൽദായ ലോബി എന്നൊരു ലോബി ഇല്ല, സുറിയാനി കത്തോലിക്ക സഭയേ ഉള്ളൂ. ഇനി അങ്ങനൊരു ലോബി ഉണ്ടെങ്കിൽ പോലും ഒരു ലോബിക്കും എന്നെ സ്വാധീനിക്കാനോ എന്നെ തെറ്റിദ്ധരിപ്പിക്കാനോ കഴിയില്ല. വത്സരങ്ങളായി ഞാൻ നിങ്ങളെ അനുഗമിക്കുന്നു, ഞാൻ നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്ര ഗംഭീരമായ സഭയായിട്ടും, കത്തോലിക്ക സഭയിൽ രണ്ടാമത്തെ വലിയ സഭയായിട്ടും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം ദുഃഖപൂരിതമാണ് എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. അതിന് കാരണം ഒരേയൊരു അതിരൂപത. അതോ എറണാകുളം അങ്കമാലി അതിരൂപത, സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപത. പ്രിയപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ സത്യവിശ്വാസികളെ, ഈ വാക്കുകൾ നിങ്ങൾ ഏറ്റെടുക്കൂ. മാർപ്പാപ്പയുടെ ഹൃദയത്തിലെ ദുഃഖമകറ്റാൻ നിങ്ങൾ രംഗത്തിറങ്ങൂ. മാർപ്പാപ്പയുടെ കബറടക്കത്തിന് മുമ്പ് നിങ്ങൾ ഒരു പ്രതിജ്ഞയെടുക്കൂ, ഒരു സത്യപ്രതിജ്ഞയെടുക്കൂ. വിമത പക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ മെത്രാപ്പോലിത്താമാരിൽ നിന്ന് ഇനിയും നിങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും. അതിനാൽ തന്നെ അവരെ തടയാനല്ല നിങ്ങൾ പോകേണ്ടത്. അവരെ തടഞ്ഞിട്ടൊരു കാര്യമില്ല. അവരെ തടഞ്ഞാലും അവരെ വിമതർക്ക് അനുകൂലമായ തീരുമാനമേ എടുക്കൂ. മറിച്ച് നിങ്ങളുടെ സ്വന്തം ഇടവകയിൽ ശീഷ്മയിലേക്ക് വീണിരിക്കുന്ന നിങ്ങളുടെ വികാരിമാർക്കെതിരെയാണ് നിങ്ങൾ നിലപാട് എടുക്കേണ്ടത്. സമവായം കൊണ്ടുവന്നാൽ സമാധാനം ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കേണ്ടത് അതത് ഇടവകകളിലാണ്. അങ്ങനെ ഓരോ ഇടവകയിലും സംഘടിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒരിക്കൽ വലിയ സമ്മേളനമോ പ്രതിഷേധമോ ഒക്കെ ആകാം. എന്നാൽ അത് അനുദിനമെന്നോണം നിങ്ങളുടെ അതത് ഇടവകയിൽ പ്രതികരിക്കേണ്ടതുണ്ട്. പ്രത്യാശ കൈവിടാതെ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനാൽ മാർപ്പാപ്പയുടെ കബറടക്കത്തിന് മുമ്പ് നിങ്ങൾ കുറച്ചു പേരെങ്കിലും ഒരു പ്രതിജ്ഞ ഓരോ ഇടവകയിലും എടുക്കുക. മാർപ്പാപ്പയുടെ ഹൃദയത്തിൽ ദുഃഖം എന്താണ്? എറണാകുളം അങ്കമാലി അതിരൂപത, അതിലത്തെ വിമത പ്രവർത്തനം. ആ വിമത പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടേതായ രീതിയിൽ ചെയ്തിരിക്കും എന്ന് ഒരു ഉറച്ച തീരുമാനമെടുക്കുക. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊരു സ്വാതന്ത്ര്യ സമരം പോലെയാണ്. നമ്മൾ ആരെങ്കിലൊക്കെ ഈ പോരാട്ടത്തിന് ഇറങ്ങിയാലേ ഈ സഭയിൽ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയൂ. ആരാധനക്രമത്തിൻ്റെ ലിറ്റർജിയുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമുക്ക് കഴിയൂ. അതിൻ്റെ ആസ്വാദ്യത നമുക്കുണ്ടാകൂ. മൂന്നാമത്തെ പാരഗ്രാഫ് മാർപ്പാപ്പ പറയാണ്, നിങ്ങളുടെ മെത്രാൻ സിനഡ് ദീർഘവും ശ്രമകരവുമായ പരിശ്രമത്തിന് ശേഷം പരിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതി സംബന്ധിച്ച് ഒരു യോജിപ്പിലെത്തിയിരിക്കുന്നു. ഏറ്റവും ആദർശയോഗ്യമായ തീരുമാനമല്ലിത് എന്ന് സിനഡിലെ ചില മെത്രാന്മാർ വിലയിരുത്തിയിട്ടുണ്ടെങ്കിലും ഐക്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹവും സ്നേഹവുമാണ് ഇതുപോലൊരു തീരുമാനത്തിലെത്താൻ സിനഡ് അംഗങ്ങൾ എല്ലാവരെയും പ്രേരിപ്പിച്ചത്. ഐക്യത്തിന് വേണ്ടിയുള്ള ത്യാഗങ്ങളാണവ. വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് മാർപ്പാപ്പ പറയുന്നത്. ഒന്നാമതായി, ദീർഘവും ശ്രമകരവുമായ പരിശ്രമത്തിന് ശേഷമാണ് മെത്രാൻ സിനഡ് ഏകീകൃത കുർബാന എന്ന നിലപാടിലേക്ക് എത്തിയത്. ദീർഘവും ശ്രമകരവും. 1999 ഏകീകൃത കുർബാന സംബന്ധിച്ച് തീരുമാനമെടുത്തത്. അത് ഐകകണ്ഠേനയുള്ള തീരുമാനമായിരുന്നു. എല്ലാ മെത്രാന്മാരും ഒരുമിച്ചെടുത്ത തീരുമാനം. അന്ന് മുതൽ 2021 വരെ ഒരു മെത്രാനും ഒരു സിനഡിലും ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. 1999 തീരുമാനമെടുത്തെങ്കിലും മെത്രാന്മാരെല്ലാവരും ഒപ്പുവെച്ചെങ്കിലും ചില മെത്രാന്മാർ വഞ്ചിച്ചു. അതിനാൽ തീരുമാനം എല്ലാ രൂപതകളും നടപ്പാക്കാൻ കഴിഞ്ഞില്ല. പിന്നെയും ചർച്ചകളും മറ്റുമായി മുന്നോട്ട് പോയി. 2021 ഇത് തീർച്ചയായും നടപ്പാക്കാൻ മെത്രാന്മാരുടെ സിനഡ് തീരുമാനിച്ചു. ഇതിനെയാണ് ദീർഘവും ശ്രമകരവുമായ പരിശ്രമത്തിന് ശേഷം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശേഷിപ്പിച്ചത്. ചർച്ചകളില്ലാതെ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ചതാണ്, പെട്ടെന്ന് കോവിഡിന്റെ മറവിൽ തട്ടിക്കൂട്ടിയെടുത്ത തീരുമാനമാണ് എന്നെല്ലാം നുണ പ്രചരിപ്പിക്കുന്നവരെ വിശ്വസിക്കരുത്, നരികുളം അച്ഛനെ പോലെയുള്ളവരെ വിശ്വസിക്കരുത് എന്ന് മാർപ്പാപ്പ വ്യക്തമായി പറഞ്ഞു വെക്കുന്നു. മാർപ്പാപ്പ പരസ്യമായി ഔദ്യോഗികം ഇങ്ങനെ പറഞ്ഞിട്ടും പാവം മാർപ്പാപ്പയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചുവെന്ന് പ്രചരിപ്പിക്കുന്നത് തീർത്തും
തെറ്റാണ്. ഇറ്റാലിയൻ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നതെന്ന് മാർപ്പാപ്പയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നു. അപ്പം ഇതൊന്നും ഞാൻ പറയാൻ പാടില്ലെന്ന് തോന്നിയില്ലേ അദ്ദേഹത്തിന്? തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുവെങ്കിൽ അങ്ങനെ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ മാർപ്പാപ്പയെക്കുറിച്ച് എന്താണ് കണക്കാക്കിയിരിക്കുന്നത്? വത്തിക്കാനെ കുറിച്ച് എന്താ കണക്കാക്കിയിരിക്കുന്നത്? ഇസ്രായേലിലെ മൊസാദയെക്കാളും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് പഠിച്ചിട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് വത്തിക്കാൻ. രണ്ടാമതായി, ഏറ്റവും ആദർശയോഗ്യമായ തീരുമാനമല്ലിത് എന്ന് സിനഡിൽ ചില മെത്രന്മാർ വിലയിരുത്തി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് മാർപ്പാപ്പയുടെ. പൗരസ്ത്യ സുറിയാനി സഭയായ സീറോ മലബാർ സഭയുടെ ആദർശയോഗ്യമായ കുർബാന പൂർണ്ണമായും ദൈവോന്മുഖമാണ്. ഇപ്പം നമ്മൾ കാണിക്കുന്ന പാതി അല്ല. ദൈവത്തിന് എന്തെങ്കിലും കാര്യം ജനങ്ങളോട് പറയാനുള്ളപ്പോൾ മാത്രമാണ് പുരോഹിതൻ ദൈവജനത്തിലേക്ക് തിരിയുന്നത്. സുവിശേഷം വായിക്കാൻ, വചനവ്യാഖ്യാനം നൽകാൻ, സമാധാനം പങ്കുവെക്കാൻ, ആശീർവദിക്കാൻ. ബാക്കിയുള്ള സമയത്തെല്ലാം ദൈവത്തെ നോക്കിയാണ് ജനങ്ങൾ നിൽക്കുന്നത്, പുരോഹിതനും നിൽക്കുന്നത്. ദൈവോന്മുഖ കുർബാനയാണ് ഏറ്റവും ആദർശയോഗ്യമായ കുർബാന. ജനങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നില്ലല്ലോ, ദൈവത്തെ നോക്കിയല്ലേ നിൽക്കുന്നത്. വൈദികനും അങ്ങനെ തന്നെ. അതാണ് ഏറ്റവും ആദർശയോഗ്യമായ കുർബാന. പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയും അതിനോട് ഇങ്ങനെ യോജിച്ചു പോകുന്ന മറ്റു ചില രൂപതകളും അവര് ഐക്യതയിലേക്ക് വരാൻ വേണ്ടി ഈ 2021 വരെ പല രൂപതകളും പൂർണ്ണമായും ദൈവോന്മുഖ കുർബാന ചൊല്ലിയിരുന്നവര് ത്യാഗം സഹിച്ച് ആ ആദർശയോഗ്യമായ അർപ്പണ രീതി ഉപേക്ഷിച്ച് ഈ ഒരു സമവായം എന്ന് പറയുന്നത് ഏകീകൃത കുർബാനയാണ്, അതിന് തയ്യാറായി. എന്തിന്? എറണാകുളം അങ്കമാലി അതിരൂപതയും അതുപോലുള്ള രൂപതകളെയും ഐക്യത്തിൽ കൊണ്ടുവരാനുള്ള ത്യാഗമായിട്ട്. അതെ, ഐക്യത്തിന് വേണ്ടി ഇതിനേക്കാൾ വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ടോ? ഇത് തിരിച്ചറിയാതെ എറണാകുളത്ത് സഭാ നേതൃത്വം ഇനിയും വിട്ടുവീഴ്ച ചെയ്യാനും മെത്രാൻ സിനഡിന്റെ അംഗീകാരമില്ലാത്ത സമവായം എന്ന പാഷാണ്ഡത എന്നാ ഞാൻ വിളിക്കുക, ഇല്ലിസിറ്റ് അടിച്ചേൽപ്പിക്കാനും ശ്രമിച്ചാൽ സുറിയാനി കത്തോലിക്ക സഭയിൽ അൽമായ വിശ്വാസികളും സഭയെ സ്നേഹിക്കുന്ന മെത്രാപോലിത്തന്മാരും മെത്രാന്മാരും വൈദികരും സന്യാസികളും സന്യാസിനികളും പ്രതികരിച്ചിരിക്കും. ആ പ്രതികരണം ഏതെല്ലാം തരത്തിലായിരിക്കുമെന്ന് നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഭാ നേതൃത്വം വഴിയെ കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയും. ഞങ്ങളാണ് സത്യത്തിന്റെ പക്ഷത്ത്, സത്യസഭയുടെ പക്ഷത്ത്, മാർപ്പാപ്പയുടെ പക്ഷത്ത്, കർത്താവിന്റെ പക്ഷത്ത് എന്നതിനാൽ ഞങ്ങളെ പേടിപ്പിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിനോ അദ്ദേഹത്തിന്റെ വികാരിക്കോ കഴിയില്ല. അങ്ങനെ വിചാരിച്ചാൽ അത് വ്യാമോഹം മാത്രമല്ല, സ്വന്തം ശവക്കുഴി തോണ്ടുന്ന പരിപാടിയായിരിക്കും. ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ട് അതിന് മറുപടി കിട്ടിയപ്പോൾ സ്വന്തം തെറ്റുകളുടെ കുറ്റപത്രം ആയിത്തീർന്നത് പോലെ ആയിരിക്കും ഇനി സത്യസഭയെ സ്നേഹിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചാൽ, മാർപ്പാപ്പയുടെ പക്ഷത്ത് നിൽക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചാൽ. ഇതൊരു മുന്നറിയിപ്പായോ താക്കീതായോ വേണമെങ്കിൽ കണക്കാക്കിക്കോളൂ, വിരോധമില്ല. 4ാമത്തെ പാരഗ്രാഫ്, മാർപ്പാപ്പയുടെ സന്ദേശം. യഥാർത്ഥത്തിൽ സഭ കൂട്ടായ്മയാണ്. കൂട്ടായ്മയില്ലെങ്കിൽ സഭയില്ല, ഒരു വിഘടിത വിഭാഗമാകും, സിസ്മാറ്റിക്, ശീഷ്മ. മാർപ്പാപ്പയോടും പരിചിത സിംഹാസനത്തോടും പൗരത്വ തിരുസംഘത്തിന്റെ തീരുമാനങ്ങളോടും യോജിച്ചിരിക്കുന്നതിനെയാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ആ കൂട്ടായ്മയില്ലെങ്കിൽ സഭയിൽ നിന്ന് വേറിട്ട് പോകുന്ന വിഘടിത വിഭാഗമാകും. ഇപ്പോൾ മാർപ്പാപ്പയോടും പരിചിത സിംഹാസനത്തോടും പൗരത്വ തിരുസംഘത്തിന്റെ തീരുമാനത്തോടും യോജിക്കാതെ മുന്നോട്ട് പോകുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി പാംപ്ലാനി മെത്രാപ്പൊലീത്തയുമാണ്. അതിനാൽ തന്നെ അവർ വിഘടിത വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുകയാണ്, വിമത പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണ്. അവർ കത്തോലിക്ക സഭയിൽ നിൽക്കേണ്ടവരല്ലെന്ന് മറ്റ് മെത്രാന്മാർ തിരിച്ചറിയുന്ന നിമിഷം നമുക്ക് അവരുടെ തെറ്റ് തിരുത്താൻ കഴിയും. മെത്രാന്മാർ ഇത് കണക്കിലെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 5ാമത്തെ പാരഗ്രാഫ്. സമൂഹത്തിന്റെ മാതൃകകളും കൂട്ടായ്മയുടെ യഥാർത്ഥ ഗുരുക്കന്മാരുമായിരിക്കേണ്ട ചിലർ, വിശേഷിച്ച് വൈദികർ, സിനഡിന്റെ തീരുമാനങ്ങൾ അനുസരിക്കാതിരിക്കാനും എതിർക്കാനും വർഷങ്ങളായി നിങ്ങളെ അൽമായ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മാർപ്പാപ്പ പറയാണ്, സഹോദരി സഹോദരന്മാരെ,
നിങ്ങൾ ആ വൈദികരെ പിന്തുടരരുത്. ഇതിനേക്കാൾ വ്യക്തമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ വിശ്വാസികളുടെ ഒരു മാർപ്പാപ്പയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ? വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പും താക്കീതുമല്ലേ മാർപ്പാപ്പ നൽകുന്നത്? നോക്കുക, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പ്രവർത്തനം മാർപ്പാപ്പയ്ക്ക് നന്നായി അറിയാം. സിനഡിന്റെ തീരുമാനങ്ങളെ അനുസരിക്കാതിരിക്കാനും എതിർക്കാനും വർഷങ്ങളായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത് മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിൽ പറയുകയാണ്. അദ്ദേഹം മലയാളത്തിലല്ല വായിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് ആ ഭാഷ അറിയാം, അദ്ദേഹം വായിച്ച ഭാഷ അറിയാം, അതിന്റെ അർത്ഥം അറിയാം. അവരെ നിങ്ങൾ പിന്തുടരരുത്. മാർപ്പാപ്പ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല, അതിന് കഴിയുകയുമില്ല. കരിയിൽ പിതാവ്, നരികളമച്ചൻ, ജസ്റ്റിസ് കുര്യൻ ജോസഫ്, ഇങ്ങനെ അനേകം പേർ മാർപ്പാപ്പ ചെന്ന് കണ്ടപ്പോഴെല്ലാം മാർപ്പാപ്പ ഇതേക്കുറിച്ച് വളരെ ബോധവാനാണ്. അവരോടെല്ലാം പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്: വിമത പ്രവർത്തനം നിർത്തി അനുസരണം ശീലിക്കൂ. മാർപ്പാപ്പ അനുസരിക്കാനാണ് അവരോടെല്ലാം പറഞ്ഞത്. അങ്ങനെ അനുസരിക്കാതെ വന്നപ്പോഴാണ് കരിയിൽ പിതാവിനെ പുറത്താക്കിയത്, നരികുളമച്ചനെ പുറത്താക്കിയത്. ശക്തമായി മുന്നറിയിപ്പാണ് ഇതൊക്കെ. എന്നിട്ടും മാർപ്പാപ്പയെ, പാവം മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് സുറിയാനി കത്തോലിക്ക സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന മത തീവ്രവാദികളുടെ ഫണ്ടിങ് ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കും. ഞങ്ങൾ നിഗമനത്തിലെത്തും. പിന്നെ വിമത പ്രവർത്തനം നടത്തുക മാത്രമല്ല, എറണാകുളത്തെ ഭൂരിപക്ഷം വൈദികരും വിമതന്മാരാണെന്നും അവർ മെത്രാന്മാരുടെ സിനഡിന്റെ തീരുമാനം അനുസരിക്കാതിരിക്കാൻ ദൈവജനത്തെ പ്രേരിപ്പിക്കുന്നുവെന്നും മാർപ്പാപ്പയ്ക്ക് അറിയാമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഏതാനും വർഷങ്ങളായി. എനിക്കതറിയാം എന്ന വാക്ക് തന്നെ മാർപ്പാപ്പ ഉപയോഗിച്ചിരിക്കുന്നു. എനിക്കതറിയാം, വർഷങ്ങളായി എനിക്കതറിയാം. മറ്റൊരു കാര്യം കൂടി ഈ കാര്യത്തിലുണ്ട്. മാർപ്പാപ്പയെയും മെത്രാന്മാരുടെ സിനഡിനെയും ധിക്കരിക്കാൻ പ്രേരിപ്പിക്കുന്ന വൈദികരെ നിങ്ങൾ പിന്തുടരരുത്. ഇതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ അതത് ഇടവകളിൽ വികാരിമാരെ കണ്ടു പറയുക, മാർപ്പാപ്പയെ അനുസരിക്കാത്ത വികാരി ഞങ്ങൾക്ക് വേണ്ട, മാർപ്പാപ്പയെ അനുസരിക്കാത്ത വികാരി കത്തോലിക്കനല്ല. നിങ്ങളെ അനുസരിക്കരുതെന്ന് മാർപ്പാപ്പ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വിമത വികാരിമാരുടെ നിങ്ങൾ പറയണം. അതായത് മെത്രാൻ സിനഡിനെ ധിക്കരിക്കാനായിട്ട് പറയുന്ന നിങ്ങളെ പിന്തുടരരുത് എന്ന് ഞങ്ങളുടെ മാർപ്പാപ്പ, കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ മാർപ്പാപ്പയാണ് ഇപ്പം മരിച്ചു കിടക്കുന്നത്. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം അദ്ദേഹത്തിന്റെ സന്ദേശം അനുസരിച്ച് ജീവിക്കുകയാണ്. അതെ, മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന വികാരിമാരെ ഞങ്ങൾ അനുസരിക്കുകയില്ല. കാരണം അവർ ശീഷ്മയിലാണ്. അങ്ങനെ അവരനുസരിക്കാൻ പാടില്ലെന്ന് ഞങ്ങളുടെ മാർപ്പാപ്പ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 6ാമത്തെ പാരഗ്രാഫ്. സമാധാനപരമല്ലാത്ത ചർച്ച അക്രമം സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ അക്രമം നടന്നിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ സഭ തീരുമാനിച്ചതുപോലെ കൂട്ടായ്മയിൽ തുടരാനും കുർബാന അർപ്പിക്കാനും ആഗ്രഹിക്കുന്നവർക്കെതിരെ നിങ്ങൾ അക്രമം നടത്തുന്നു. ഇത് കൽദായ ലോബി പറഞ്ഞുകൊടുത്ത് എഴുതിച്ചതാണെന്ന് പറയരുത്. സിറിൽ വാസിൽ പിതാവ് നേരിട്ട് അനുഭവിച്ചതാണ് ഈ അക്രമം. പൗരത്വ തിരുസംഘത്തിന്റെ പ്രീവറ്റായിരുന്ന സാന്ദ്രി പിതാവിന് നേരിട്ട് അറിവുള്ളതാണ് ഈ അക്രമം. അനേകം ദൃക്സാക്ഷികൾ മൊഴികളുണ്ട്, അനേകം ദൃശ്യമാധ്യമങ്ങളുടെ സാക്ഷ്യമുണ്ട്. അതുകൊണ്ട് കൽദായ ലോബി പറഞ്ഞു കൊടുത്ത് എഴുതിച്ചതല്ല ഈ സംഗതി. എന്തൊക്കെയാണ് മാർപ്പാപ്പ പറയുന്നത്? സമാധാനപരമല്ലാത്ത ചർച്ച അക്രമം സൃഷ്ടിക്കുന്നു. ഇത് 2023 ഡിസംബർ 7 മാർപ്പാപ്പ പറഞ്ഞത്. പിന്നീട് 2024 ജനുവരിയിൽ ഇത് അപ്പാടെ സംഭവിച്ചു. 21 വൈദികർ അരമനയിൽ അതിക്രമിച്ച് കയറി അധിനിവേശത്തിന് ശ്രമിച്ചു. അവരുടെ ബ്ലാക്ക് മെയിൽ തന്ത്രത്തിൽ പാമ്പ്ളാനി പിതാവ് വീണു. സമാധാനപരമായിരുന്നോ വിമത വൈദ്യരും പാമ്പ്ളാനി പിതാവും തമ്മിലുള്ള ചർച്ച? അല്ല, അത് ഏകപക്ഷീയമായി വിമത പ്രവർത്തനം മാത്രമായിരുന്നു. പാമ്പ്ളാനി പിതാവ് അതിന് കൂട്ടുനിന്നു, മാർപ്പാപ്പയ്ക്ക് എതിരായി പ്രവർത്തിച്ചു. അതിനാൽ മാർപ്പാപ്പ പറഞ്ഞതുപോലെ അക്രമം സൃഷ്ടിക്കുന്നതിൽ പാമ്പ്ളാനി പിതാവിന്റെ റോള് ചെറുതല്ല. എറണാകുളത്തെ വിമത പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന മെത്രാപ്പോലിത്തയെ ചുമക്കണോ എന്ന് മെത്രാന്മാരുടെ സിനഡ് തീരുമാനിക്കട്ടെ. ഒരു തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത മേജർ ആർച്ച് ബിഷപ്പ് തുടരണോ എന്നും അവർ ആലോചിക്കട്ടെ. പിന്നെ മാർപ്പാപ്പ പറയാണ്, മെത്രാൻ സിനഡ് തീരുമാനിച്ചതുപോലുള്ള കുർബാന അർപ്പിക്കുന്നവർക്കെതിരെ നിങ്ങൾ അക്രമം അഴിച്ചുവിടുന്നു. ഞാൻ പറയട്ടത് 2023 ഡിസംബറിലാണ് മാർപ്പാപ്പ പറഞ്ഞത്. 2024
തോട്ടുപുറമച്ചനെ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സഭയുടെ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൾത്താരയിൽ നിന്ന് വലിച്ച് പറിച്ച് എടുത്തുകൊണ്ടുപോയി ചവിട്ടിക്കൂട്ടി അതിന് നേതൃത്വം കൊടുത്തത് ഒരു വൈദികൻ, അദ്ദേഹത്തിന്റെ ഗുണ്ടകള്. ആ വൈദികനെയാണ് ചേർത്ത് പിടിക്കാൻ പാമ്പ്ളാനി പിതാവും ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നിങ്ങൾ മെത്രാമാര് തീരുമാനിക്കൂ, ചിന്തിക്കൂ, അൽമായ വിശ്വാസത്തിൽ ചിന്തിക്കൂ. അങ്ങനെ ഒരു മെത്രാപ്പൊലിത്ത നമുക്ക് വേണോ? മാർപ്പാപ്പ പറഞ്ഞ, മെത്രാമാര് പറഞ്ഞ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനെ അൾത്താരിൽ നിന്ന് ബലിപീഠത്തിൽ വലിച്ചിറച്ച് കൊണ്ടുപോയി പീഡിപ്പിച്ച് മർദ്ദിച്ച അത്തരം ഒരു വൈദികനെ ചേർത്ത് പിടിച്ച് നടക്കുന്നത്, ആ അച്ഛനെ അഴിഞ്ഞാടൻ വിട്ടുകൊടുത്തിരിക്കുന്ന മെത്രാപ്പൊലിത്ത നമുക്ക് വേണോ? മേജർ ആർച്ച് ബിഷപ്പ് നമുക്ക് വേണോ? വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണിത്. മാർപ്പാപ്പയുടെ വാക്കുകൾ ഇല്ലേ, അച്ചിട്ട് അക്ഷരം പ്രതി സത്യമാകുകയാണ്. സമാധാനപരമല്ലാത്ത ചർച്ച അക്രമം സൃഷ്ടിക്കുന്നു. പാമ്പ്ളാനി പിതാവ് അക്രമത്തിന് കൂട്ടുനിൽക്കുന്നു, അക്രമികളെ സംരക്ഷിക്കുന്നു. പലയിടങ്ങളിലും ഇപ്പോഴും അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ബസിലിക്കയിലും മറ്റും. അതിന് പാമ്പ്ളാനി പിതാവ് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. അതിന് ഒത്താശ ചെയ്തുകൊണ്ടുള്ള സർക്കുലർ ഇറക്കുന്നു. എന്താ വെള്ളരിക്കപ്പെട്ടണോ? അടിയന്തരമായി മെത്രാൻ സെനറ്റ് കൂടാണ്ട് എല്ലാ മെത്രാന്മാരും കത്ത് കൊടുക്കണം, സഭയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ. ഇതിനേക്കാൾ നാറാനില്ല, ഇതിനേക്കാൾ ഇനി നശിക്കാനില്ല. ഏകീകൃത കുർബാന അർപ്പിച്ച് കൂട്ടായ്മയിൽ വരാൻ താല്പര്യപ്പെട്ട 200ഓളം വൈദികരെ ഭീഷണിപ്പെടുത്തിയതും ആക്രമിച്ചതും വിമത വൈദികരാണ്. ഏകീകൃത കുർബാന അർപ്പിക്കുമെന്ന് എഴുതി കൊടുത്ത നവവൈദികരെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയത് വിമത വൈദികരാണ്. എന്നിട്ട് ആ വിമത വൈദികർക്കെതിരെ, നവവൈദികർക്കെതിരെ ഒരു നടപടി എടുക്കാതെ നവവൈദികർക്കും വിമത വൈദികരുടെ ആനുകൂല്യം വേണമെന്ന് പറയുന്ന മെത്രാപ്പൊലീത്ത പാമ്പ്ളാനി സഭയിൽ തുടരണോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. മാർപ്പാപ്പയ്ക്കെതിരെ ഇത്രമാത്രം ശക്തമായ നിലപാടെടുത്ത ഒരു പാമ്പ്ളാനി പിതാവിനെ സീറോ മലബാർ സഭയ്ക്ക് വേണോ വേണ്ടയോ? വിമതരുമായി, അക്രമികളുമായി കൈകോർത്ത് സമാധാനം കൊണ്ടുവരാമെന്ന് ദിവാസ്വപ്നം കാണുന്നു. മത തീവ്രവാദികളുമായി കൈകോർത്ത് ബോംബിട്ട് സമാധാനം കൊണ്ടുവരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത് പോലെയാണിത്. തങ്ങളുടെ സിനഡ് തീരുമാനിച്ച സംഗതി അട്ടിമറിക്കാൻ പാമ്പ്ളാനി പിതാവിനെ അനുവദിക്കണമോ എന്ന് മെത്രാന്മാർ ആലോചിക്കൂ. മെത്രാൻ സിനഡിനെ നോക്കുകുത്തിയായി നിർത്താൻ, നിർവീര്യമാക്കാൻ, അട്ടിമറിക്കാൻ പാമ്പ്ളാനി പിതാവിനെ അനുവദിക്കണോ എന്ന് മെത്രാന്മാർ തന്നെ തീരുമാനിക്കൂ. നിങ്ങളുടെ തീരുമാനത്തിന് വിലയുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. മാർപ്പാപ്പയ്ക്കെതിരെ നിലപാടെടുക്കാൻ, പരസ്യമായി വീഡിയോയിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയാൻ അദ്ദേഹത്തിന് ആരാണ് അധികാരം കൊടുത്തതെന്ന് നിങ്ങൾ തന്നെ വെളിപ്പെടുത്തൂ. 7ാമത്തെ പാരഗ്രാഫ്, മാർപ്പാപ്പയുടെ വാക്കുകൾ. സഭയോട് വിധേയത്വമുള്ളവരായിരിക്കാൻ ഞാൻ പല തവണ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാനയോട് അനാദരവ് കാട്ടുകയും കൂട്ടായ്മ തകർക്കുകയും പോരും കലഹങ്ങളും തുടരുകയും ചെയ്യുന്നിടത്ത് കുർബാനയുണ്ടാകുന്നത് എങ്ങനെയാണ്? മാർപ്പാപ്പയുടെ വാക്കുകളാണിത്. സഭയോട് വിധേയത്വമുള്ളവരായിരിക്കാൻ ഞാനും പലതവണ നിങ്ങളോട് ആവശ്യപ്പെട്ടു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സകലമാനം മെത്രാന്മാരോടും വൈദികരോടും അൽമായ വിശ്വാസികളും സന്യാസികളോടും സന്യസ്ത വൈദികരോടൊക്കെയാണ് മാർപ്പാപ്പ പറയുന്നത്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. അദ്ദേഹത്തിന്റെ കബറടക്കം കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പേ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു വന്ന് ഈ ടി വിയിൽ വന്നിരുന്ന് സംസാരിക്കുകയാണ് മെത്രാന്മാര് തന്നെ. സമവായം ഉണ്ടാക്കാനാണ്, സമവായത്തിൽ സമാധാനം ഉണ്ടാക്കാനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗ്രഹിച്ചതെന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത പാമ്പ്ളാനി പിതാവിന്റെ പ്രചാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മാവ് ക്ഷമിക്കില്ല. കാരണം എന്താണ് പറഞ്ഞത്? സഭയോട് വിധേയത്വമുള്ളവരായിരിക്കാൻ ഞാനും പലതവണ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. സഭയോട് വിധേയത്വമുള്ളവരായിരിക്കാൻ, സമവായം ഉണ്ടാക്കാനല്ല, എങ്ങനെയും സമാധാനം ഉണ്ടാക്കാനല്ല, സഭയോട് വിധേയത്വമുള്ളവരായിരിക്കാനാണ് മാർപ്പാപ്പ പലതവണ ആവശ്യപ്പെട്ടത്. ഇത് മാർപ്പാപ്പയുടെ തന്നെ വാക്കുകളാണ്. അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. വത്തിക്കാൻ സൈറ്റിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതിന്റെ കോപ്പിയൊക്കെ അല്ല മെത്രാന്മാരുടെ കയ്യിലും ആളുകളുടെ കയ്യിലുമുണ്ട്. ഇതൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല, മറക്കൂല. സഭയെ സ്നേഹിക്കുന്ന ആരും തന്നെ മറക്കില്ല. എന്നിട്ട് മാർപ്പാപ്പ ചോദിക്കുകയാണ്, വിശുദ്ധ കുർബാനയുടെ അനാദരവ് കാട്ടുകയും
കൂട്ടായ്മ തകർക്കുകയും പോരും കലഹങ്ങളും തുടരുകയും ചെയ്യുന്നിടത്ത് കുർബാന ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മാർപ്പാപ്പയുടെ ചോദ്യമാണിത്. ഇന്ന് ഇത് അദ്ദേഹം ചോദിക്കുന്നത് പാമ്പളാനി മെത്രാപ്പൊലീത്തയോടാണ്. വിമതർക്ക് നേതൃത്വം കൊടുക്കുന്നതും ഒത്താശ ചെയ്യുന്നതും അദ്ദേഹമാണെന്ന കാര്യം പരസ്യമായ രഹസ്യമാണ്. ഇതിങ്ങനെ തുടരണോ എന്ന് മറ്റു മെത്രാന്മാർ ആലോചിക്കട്ടെ. അൽമായ വിശ്വാസികൾ അതത് ഇടവകളിൽ മാർപ്പാപ്പയെ അനുസരിക്കണോ അതോ മാർപ്പാപ്പയെ ധിക്കരിക്കാൻ ആവശ്യപ്പെടുന്ന വിമത മെത്രാപ്പൊലീത്ത പാമ്പളാനി അനുസരിക്കണോ എന്ന് ആലോചിക്കുക. വേണ്ട തീരുമാനങ്ങൾ എടുക്കുക. ഞാൻ ആവർത്തിക്കുകയാണ്, അതായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ആദരാഞ്ജലികൾ. നമുക്ക് എല്ലാവർക്കും റോമയിലേക്ക് പോകാൻ പറ്റില്ല. ഞാൻ നാളെ റോമയിലേക്ക് പോകുന്നുണ്ട്. നാളെയില്ല, ഇന്ന് പോകുന്നുണ്ട്. എങ്കിലും എല്ലാവർക്കും അവിടെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് തന്നെയാണ്, മറ്റന്നാൾ കബറടക്കം നടക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഈ തീരുമാനം നാം എടുക്കേണ്ടത്. സുറിയാനി കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇറങ്ങിത്തിരിക്കൂ. അതായത് കുർബാനയോട് അനാദരവ് കാട്ടുകയും കൂട്ടായ്മ തകർക്കുകയും പോരും കലഹങ്ങളും തുടരുകയും ചെയ്യുന്നിടത്ത് കുർബാന ഉണ്ടാകില്ല എന്ന മാർപ്പാപ്പയുടെ ആ നിരീക്ഷണം അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതത് ഇടവകളിൽ വിമത വികാരിമാരെ കുർബാന അർപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പറയണം. സഭയോട് വിധേയത്വമുള്ളവരാണ് കത്തോലിക്ക പുരോഹിതന്മാർ. അതല്ലാത്തവര് കത്തോലിക്കരല്ല. കത്തോലിക്കരല്ലാത്തവര് കത്തോലിക്ക പള്ളിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മുടെ സിമ്പിൾ ന്യായമാണത്. അങ്ങനെ മാർപ്പാപ്പയ്ക്ക് എതിരായിട്ടൊരു തീരുമാനമെടുത്ത് ഒരു മെത്രാപ്പൊലീത്ത സർക്കുലർ ഇറക്കിയാൽ ആ സർക്കുലർ അതിന് സാധുതയില്ല. മാർപ്പാപ്പയ്ക്കെതിരെ സർക്കുലർ ഇറക്കുന്നത് ശീഷ്മയാണ്. ശീഷ്മയിലായിരിക്കുന്ന ഒരു മെത്രാപ്പൊലീത്ത എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ട. 8ാമത്തെ പാരഗ്രാഫ് മാർപ്പാപ്പയുടെ വാക്കുകൾ. എതിർപ്പിനുള്ള ചില കാരണങ്ങൾക്ക് കുർബാന അർപ്പണവുമായോ ആരാധനക്രമവുമായോ യാതൊരു ബന്ധവുമില്ലെന്ന് എനിക്ക് അറിയാം. അവ ലൗകിക കാരണങ്ങളാണ്. അവ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നവയല്ല. അവ വരുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നല്ല എങ്കിൽ മറ്റിടങ്ങളിൽ നിന്നാണ്. ഇതാണ് മാർപ്പാപ്പയുടെ വാക്കുകൾ. വളരെ ശക്തമായ വാക്കുകളാണ് മാർപ്പാപ്പയുടെ. ഒന്നാമതായി, ഏകീകൃത കുർബാനയോടുള്ള എതിർപ്പ് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ടുള്ളതല്ല. അതെനിക്കറിയാം. ഇത് മാർപ്പാപ്പയ്ക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു സുറിയാനി കത്തോലിക്ക സഭയിലെ മെത്രാന്മാർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ ഏകീകൃത കുർബാന നടപ്പാക്കാതിരിക്കാൻ ശ്രമിക്കുന്നവരെ നിലയ്ക്ക് നിർത്തേണ്ടതില്ലേ? ലിറ്റർജിയോടുള്ള എതിർപ്പല്ല അവിടെ കാരണമെങ്കിൽ, അത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതല്ലെങ്കിൽ, പൈശാചികമാണെങ്കിൽ, അപ്പൊ നമ്മൾ ആ പൈശാചിക പ്രവർത്തനത്തിന് തടയിടാൻ എത്രയും പെട്ടെന്ന് ഇറങ്ങിത്തിരിക്കണ്ടേ? ആ ബാഹ്യമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്, ലൗകിക കാരണങ്ങൾ എന്നാണ് മാർപ്പാപ്പ ഉപയോഗിച്ച വാക്ക്. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. അതിനെ എതിരിടാൻ വേണ്ട സജ്ജീകരണങ്ങളല്ലേ മെത്രാന്മാർ ചെയ്യേണ്ടത്? അഴിമതി, സ്വർണം മോഷണം, അത് 2-3 പവനൊന്നല്ല, കിലോ കണക്കിന് പണം അടിച്ചു മാറ്റല്, ട്രസ്റ്റ് ഉണ്ടാക്കല്, അങ്ങനെ സ്വത്ത് മുഴുവൻ സഭയുടെ സ്വത്ത് മുഴുവൻ കൊണ്ടുപോകല്, ഇങ്ങനെ അനേകം ലൗകിക കാരണങ്ങൾ. തീർന്നില്ല. മത തീവ്രവാദി സംഘടനകളുമായി വിമതർക്ക്, അൽമായ മുന്നേറ്റക്കാർക്ക് ബന്ധമുണ്ടെന്ന് മുമ്പത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനർത്ഥം വളരെ ഭീകരമാണ് അന്തരീക്ഷം എന്നാണ്. അപ്പൊ ഈ ചെറിയ പദ്ധതികൾ മതിയോ? അവിടെ വലിയ തോതിലുള്ള ആസൂത്രണം വേണ്ടേ? എറണാകുളത്ത് ആ ആസൂത്രണങ്ങളുടെ ചെറിയൊരു വിവരണമൊക്കെ ഞാൻ ബന്ധപ്പെട്ട മെത്രാന്മാരെ അറിയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വലിയ തോതിലുള്ള ആസൂത്രണം വേണം ഇത്രയും ഭീകരമായ ഒരു അന്തരീക്ഷത്തെ. കാരണം ലൗകിക കാരണങ്ങളാണ്, ആരാധനക്രമപരമായ കാരണങ്ങളല്ല. മാർപ്പാപ്പ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, എനിക്കത് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെത്രാന്മാർക്കും അറിയാം. അതിനാൽ ഇനി ചെറിയ ചെറിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ട് കാര്യമില്ല. ഗംഭീരമായ ആസൂത്രണം നടത്തണം. നിങ്ങൾക്ക് ആസൂത്രണം ചെയ്യാൻ അറിയില്ലെങ്കിൽ ആസൂത്രണം ചെയ്യാൻ അറിയുന്നവരെ വിളിക്കണം. അതൊരു മര്യാദയല്ലേ? മാർപ്പാപ്പയുടെ ആരോപണം വളരെ ഗൗരവമാണ്. കുർബാന എതിർക്കാൻ വരുന്നവരുടെ കാരണങ്ങൾ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളവയല്ല, മറ്റിടങ്ങളിൽ നിന്നാണ്. പരിശുദ്ധാത്മാവിൽ നിന്നല്ലെങ്കിൽ പിന്നെ പിശാചിൽ നിന്നാണ്. ഈ പൈശാചിക കൂട്ടുകെട്ടാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള 2 മെത്രാപ്പൊലീത്തമാർ ചെയ്തിരിക്കുന്നത്. അത് അനുവദിച്ച് കൊടുക്കണമോ, മാർപ്പാപ്പയുടെ ആഹ്വാനം ഗൗരവത്തിൽ എടുക്കണോ എന്നെല്ലാം സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്ന മെത്രാന്മാരുണ്ടെങ്കിൽ ആലോചിക്കട്ടെ, തീരുമാനങ്ങളിലേക്ക് എത്തട്ടെ.
ഞാൻ നേരത്തെ പറഞ്ഞു ആവർത്തിക്കുക, വളരെ ശക്തമായ സമഗ്രമായ ആസൂത്രണം ഉണ്ടെങ്കിലേ എറണാകുളത്ത് സഭയുടെ തീരുമാനം നടപ്പാക്കാൻ കഴിയൂ. കാരണം ലിറ്റർജി അല്ല അവിടെ പ്രശ്നമെന്ന് മാർപ്പാപ്പ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അതറിയാം. അതിനാൽ വെറുതെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ പ്രശ്നം വഷളാകുകയുള്ളൂ. സമഗ്രമായ ആസൂത്രണം അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. അറിവുള്ളവരോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്നോടും ചോദിക്കാം, ഞാൻ പറയാം എന്താണ് ആസൂത്രണം എന്ന്. അത് നിങ്ങളോട് പറയൂ ബന്ധപ്പെട്ട വേദികളിൽ. 9ാമത്തെ പാരഗ്രാഫ്. ഇക്കാരണത്താൽ നിങ്ങളെ ബോധ്യപ്പെടുത്താനായി വത്സരങ്ങളായി മുന്നോട്ട് വെച്ച കാരണങ്ങൾ ഞാൻ മനസ്സിരുത്തി സമയമെടുത്ത് പഠിച്ചു. ഞാൻ തന്നെ ഇതിനകം പലതവണ നിങ്ങൾക്ക് കത്തുകൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ എല്ലാ വിശ്വാസികളും അറിവിനായി എൻ്റെ കത്തുകൾ പൊതുവായി വായിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന്റെ ഹൃദയനീറ്റിൽ വായിച്ചെടുക്കാവുന്ന വാക്കുകളാണിത്. അദ്ദേഹം ആ ശവമഞ്ചത്തിൽ കിടന്ന് ഇപ്പോഴും ഇത് ഓർത്ത് വിലപിക്കുന്നുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ആത്മാവ്. നിങ്ങളെ ബോധ്യപ്പെടുത്താനായി വത്സരങ്ങളായി മുന്നോട്ട് വെച്ച കാരണങ്ങൾ ഞാൻ മനസ്സിരുത്തി സമയമെടുത്ത് പഠിച്ചു. മനസ്സിരുത്തി ശ്രദ്ധാപൂർവം സമയമെടുത്ത് പഠിച്ചു. ഞാൻ തന്നെ ഇതിനകം പല തവണ നിങ്ങൾക്ക് കത്തുകൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ അത് വിമത വൈദികരെ എല്ലാവരുടെയും അറിവിനായി വായിച്ചിട്ടില്ല. അക്കാര്യം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതും പാവം മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് എന്ന് ആരെങ്കിലും പറയുമോ? മാർപ്പാപ്പയുടെ കത്തോ സർക്കുലറോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മിക്ക വൈദികരും പള്ളിയിൽ വായിക്കാറില്ലെന്ന് മാർപ്പാപ്പയ്ക്ക് നന്നായിട്ട് അറിയാം. അത് വളരെ വേദന ഉളവാക്കുന്ന കാര്യമാണ്. അവ വായിക്കാതെ മറച്ചു വെക്കുന്നത് തന്നെ ശീഷ്മയിലേക്ക് പോകുന്നതിന്റെ ലക്ഷണമാണ്. അൽമായ വിശ്വാസികളെ, നിങ്ങൾക്ക് കത്തോലിക്ക സഭ വിട്ട് ശീഷ്മയിലേക്ക് പോകണമെന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് വിമതനായ വൈദിക വികാരിയെ കണ്ട് മാർപ്പാപ്പി അനുസരിക്കാത്ത ആളിവിടെ വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം. നിങ്ങൾ പറയുന്നു മെത്രാന്മാരൊക്കെ വാഴപ്പിണ്ടികളാണെന്ന്. ഇപ്പൊ നമ്മളും വാഴപ്പിണ്ടികളായി മാറില്ലേ നമ്മളിങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ? എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം കേസ് കൊടുക്കാം. ഏക ന്യൂസിൽ കുപ്രചാരണം നടത്തിയേക്കാം. മെത്രാന്മാർ വിമത വൈദികർ സംരക്ഷിച്ചേക്കാം. എന്നാൽ നമ്മുടെ സുറിയാനി സഭ സംരക്ഷിക്കാൻ നാം തന്നെ ഇറങ്ങിത്തിരിക്കണം. ഒരു ശക്തിയും നമ്മളെ പിന്തിരിപ്പിക്കരുത്. ഇതൊരു സ്വാതന്ത്ര്യ സമരം പോലെയാണെന്ന് ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ദുഷ്ടശക്തികളിൽ നിന്ന്, അവർക്ക് ഓശാന പാടുന്ന സഭാ നേതൃത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ള ദൈവമക്കളുടെ സ്വാതന്ത്ര്യ സമരമാണിത്. 12ാമത്തെ പാരഗ്രാഫ്. ദൈവത്തിന്റെ വിശ്വസ്തരായ വിശുദ്ധ ജനമേ, വൈദികരെ, സന്യാസികളെ, എല്ലാറ്റിനും ഉപരിയായി കർത്താവിൽ വളരെയധികം വിശ്വാസമുള്ളവരും സഭയെ സ്നേഹിക്കുന്നവരുമായ അൽമായ സഹോദരങ്ങളെ, നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അസാധാരണമായ രീതിയിലാണ് ഞാനത് ചെയ്യുന്നത്. കാരണം മാർപ്പാപ്പ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഇനി ആർക്കും സംശയം വരാൻ ഇടയാകരുത്. ഈ വീഡിയോ സന്ദേശം പാമ്പ്ളാനി പിതാവിനെ ആരെങ്കിലും ഒന്ന് കേൾപ്പിക്കൂ. എങ്ങനെയെങ്കിലും സമവായത്തിലുള്ള സമാധാനം കൊണ്ടുവരാനാണ് മാർപ്പാപ്പ ആഗ്രഹിച്ചിരുന്നതെന്ന നുണ പിൻവലിക്കാൻ അദ്ദേഹത്തോട് പറയൂ. അങ്ങനെ മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞുവെന്ന് പരസ്യമായി അദ്ദേഹം നിലപാടെടുത്തത് കൊണ്ടാണ് എനിക്കിത് പരസ്യമായി പറയേണ്ടി വന്നത്. മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് നോക്കാം. മാർപ്പാപ്പയുടെ കത്തും മറ്റും പള്ളികളും വിമതർ വായിക്കുന്നില്ല എന്ന കാരണത്താൽ ആധുനിക കാലത്തെ നവമാധ്യമം തന്നെ യൂട്യൂബിലൂടെ വീഡിയോ സന്ദേശം തന്നെ ഉപയോഗിക്കാൻ മാർപ്പാപ്പ തീരുമാനിച്ചു. അത് വിമതർക്ക് തടയാൻ കഴിയില്ലല്ലോ. എല്ലാവർക്കും കേൾക്കാമല്ലോ, എല്ലാവർക്കും കാണാമല്ലോ. രണ്ടാമതായി, മാർപ്പാപ്പ എന്താണ് ചിന്തിക്കുന്നതെന്ന്, എന്താണ് മാർപ്പാപ്പയുടെ നിലപാടെന്ന് പരസ്യമായി മാർപ്പാപ്പ വ്യക്തമാക്കുന്നു. തന്റെ നിലപാടിനെ കുറിച്ച് ഇനി ആർക്കും സംശയം പോലും ഉണ്ടാകരുതെന്ന് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നു. ഇനി ആരും മറിച്ച് വ്യാഖ്യാനിക്കേണ്ടതില്ല. മാർപ്പാപ്പ സ്വകാര്യമായി അങ്ങനെ പറഞ്ഞു, മാർപ്പാപ്പയുടെ ഹിതം ഇങ്ങനെയായിരുന്നു എന്നെല്ലാം ആരും ഓരോരുത്തരും തോന്നിയ പോലെ വ്യാഖ്യാനിക്കാനുള്ള സാധ്യത തന്നെ മാർപ്പാപ്പ ഇല്ലാതാക്കി. പിന്നെ മാർപ്പാപ്പ പറയാണ്, ഇത് അസാധാരണമായ നടപടിയാണ്. മാർപ്പാപ്പ ഇങ്ങനെ ചെയ്യാറില്ല. ഈ അത്യസാധാരണ നടപടിയേൽക്കാൻ മാർപ്പാപ്പ തുനിഞ്ഞത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഗൗരവതരമായ സാഹചര്യം കണക്കിലെടുത്താണ്. അൽമായരോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്, എല്ലാറ്റിനും ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുകയും സഭയെ സ്നേഹിക്കുകയും ചെയ്യുന്ന അൽമായ വിശ്വാസികളെ. ഈ അൽമായരുടെ മാർപ്പാപ്പ ചെയ്ത ആഹ്വാനം തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുള്ളൂ.
മാർപ്പാപ്പയുടെ മനസ്സ് എന്താണെന്ന് എല്ലാ മെത്രാന്മാരെയും ഓർമ്മിപ്പിക്കുകയാണ് മാർപ്പാപ്പ. 3 ആഴ്ച മുമ്പ് ഒരു മെത്രാനെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങൾ ഇത്രയും ഗൗരവമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്നാണ്. നമ്മൾ എന്തോന്ന് അതിന് ഉത്തരം പറയുക? ലോകത്തിലെ സകല മനുഷ്യ കുഞ്ഞുങ്ങൾക്കറിയാം. പക്ഷേ ഒരു മെത്രാൻ പറഞ്ഞത് കാര്യങ്ങൾ ഇത്ര ഗൗരവമാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഒന്നുകിൽ അദ്ദേഹത്തിന് സാമാന്യ ബുദ്ധിയോ ബോധവും ഇല്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ ആഗ്രഹിക്കാത്ത, സ്വന്തം സ്വർഗത്തിലിരിക്കുന്ന ഇല്ലേ, സ്വർലോകത്താണ് താൻ ഇരിക്കുന്നത്, ആ മൂഢ സ്വർഗത്തിലിരിക്കുന്ന ആളായിരിക്കും. അദ്ദേഹം പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല, ഒഴികഴിവ് പറഞ്ഞതായിരിക്കും. മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശം കേൾക്കാനോ വിഷയം സമഗ്രമായി പഠിക്കാനോ നേരമില്ലാത്ത വിധം വിവിധ പരിപാടികളെ ഉദ്ഘാടനത്തിന് പോകുന്നവരെ നിയന്ത്രിക്കാൻ മെത്രാന്മാർക്ക് പെരുമാറ്റച്ചട്ടം കൊണ്ടുവരണം. മന്ത്രിമാർക്കും മറ്റും പെരുമാറ്റച്ചട്ടം ഉള്ളതുപോലെ അത് മേജർ ആർച്ച് ബിഷപ്പിന് അടക്കം വേണം. 11ാമത്തെ പാരഗ്രാഫ്. കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ സഭയുടെ, നമ്മുടെ സഭയുടെ ആത്മീയ നന്മയ്ക്കായി ഈ മുറിവ് ഉണക്കുക. ഇത് നിങ്ങളുടെ സഭയാണ്, ഇത് നമ്മുടെ സഭയാണ്. കൂട്ടായ്മ പുനഃസ്ഥാപിക്കുക, കത്തോലിക്ക സഭയിൽ തുടരുക. മാർപ്പാപ്പയുടെ വാക്കുകൾ നമ്മൾ മനസ്സിരുത്തി കേൾക്കണം. ഓരോ വാക്കുകൾക്കും അത്യഗാധമായ പൊരുളുകളുണ്ട്. ഒന്നാമതായി ഇത് ആരോടാണ് പറയുന്നത്? സഭയെ സ്നേഹിക്കുന്ന അൽമായ സഹോദരങ്ങളോട്. എല്ലാറ്റിനുമുപരിയായി കർത്താവിനെയും കർത്താവിൻ്റെ സഭയെയും സ്നേഹിക്കുന്ന അൽമായ സഹോദരങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ് മാർപ്പാപ്പ പറയുന്നത്. പിന്നെ മറ്റുള്ളവരോടും പറയുന്നുണ്ട്, വൈദികരെ, സന്യാസികളെ എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റുള്ളവരോട് പറയാൻ മാർപ്പാപ്പയ്ക്ക് വേറെ മാർഗങ്ങളുണ്ട്. പക്ഷെ അൽമായരോട് പറയാനുള്ള മറ്റെല്ലാ മാർഗങ്ങളും വിമതരെ തടഞ്ഞതുകൊണ്ട്, അതുകൊണ്ടാണ് ഈ വീഡിയോ. രണ്ടാമതായി പറയാണ് ഈ മുറിവ് ഉണക്കുക. ഏത് മുറിവ്? ഏകീകൃത കുർബാന അർപ്പിക്കാതെ മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ട് സഭയെ കീറി മുറിക്കുന്ന ആ ശീഷ്മ എന്ന മുറിവ്. ശീഷ്മയാണ് ഈ മുറിവ്. ഇപ്പോൾ ആ മുറിവിൽ മുളക് തേച്ച് സഭ ആകമാനം വേദനിപ്പിക്കുന്നത്, മുറിവിനെ വ്രണമാക്കി മാറ്റുന്നത് മുറിവണക്കാൻ വേണ്ടി സുറിയാനി സഭ നിശ്ചയിച്ച മെത്രാപ്പോലിത്ത തന്നെയാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ ഗൗരവം നോക്കിയേ. മൂന്നാമതായി എങ്ങനെയാണ് ഈ മുറിവ് ഉണക്കുക? മാർപ്പാപ്പ പറയാണ് കൂട്ടായ്മ പുനഃസ്ഥാപിച്ചുകൊണ്ട്. പുനഃസ്ഥാപിക്കുക, ആ വാക്ക് നോക്കിയേ, പുനഃസ്ഥാപിക്കുക എന്ന് വെച്ചാൽ കൂട്ടായ്മയിൽ നിന്ന് വിമത വൈദ്യർ ഇപ്പോഴേ പുറത്താണ്. കൂട്ടായ്മയിൽ നിന്ന് കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് അൽമായ മുന്നേറ്റക്കാരും വിമത വൈദ്യരും പുറത്താണ്. അവരെ കത്തോലിക്ക സഭയിലേക്ക് പുനഃപ്രവേശിപ്പിച്ചുകൊണ്ട് ഈ മുറിവുണക്കുക. അങ്ങനെയാണ് പുനഃസ്ഥാപിക്കുക. കൂട്ടായ്മ പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്, സ്ഥാപിക്കുക എന്നല്ല, പുനഃസ്ഥാപിക്കുക. അവർ ശീഷ്മയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നതാണ് മാർപ്പാപ്പ പറയുന്നത്. 12ാമത്തെ പാരഗ്രാഫ്. വൈദികരെ, നിങ്ങളുടെ തിരുപ്പട്ടത്തെയും അതിലൂടെ ഏറ്റെടുത്ത പ്രതിബദ്ധതയും ഓർക്കുക. നിങ്ങളുടെ പാതയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ച് പോകാതെ സിനഡിന്റെയും നിങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെയും ഒപ്പം സഞ്ചരിക്കുക. നിങ്ങളുടെ സിനഡ് തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുക. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. 2023 ഡിസംബറിൽ നൽകിയ സന്ദേശം ഇപ്പോഴാണ് ഇത് നൽകപ്പെട്ടിരുന്നതെങ്കിൽ നിങ്ങൾ മേജർ ആർച്ച് ബിഷപ്പിനോടൊപ്പം സഞ്ചരിക്കുക എന്ന വാക്ക് മാർപ്പാപ്പ ഉപയോഗിക്കാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ മാർപ്പാപ്പയുടെ തീരുമാനത്തിന് എതിരെ നിൽക്കുന്നത്, മെത്രാന്മാരുടെ സിനഡിന്റെ തീരുമാനത്തിന് എതിരെ നിൽക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പാണ്. അതിനാൽ മെത്രാന്മാരുടെ സിനഡിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നായിരിക്കും മാർപ്പാപ്പ വൈദികരോട് ആവശ്യപ്പെടുക. എങ്ങനെയും സമാധാനം ഉണ്ടാക്കാൻ, സമവായം അടിച്ചേൽപ്പിക്കാൻ അല്ലെങ്കിൽ സമവായം ഉണ്ടാക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല. മറിച്ച് നിങ്ങൾ തിരുപ്പട്ടത്തെയും അതിലൂടെ ഏറ്റെടുത്ത പ്രതിബദ്ധതയും ഓർത്ത് മെത്രാൻ സിനഡിന്റെ തീരുമാനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക എന്നാണ്. മെത്രാൻ സിനഡിന്റെ തീരുമാനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക. മെത്രാൻ സിനഡ് സമവായം നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടില്ല. 6 മാസത്തിനുള്ളിൽ എല്ലാ പള്ളികളും ഏകീകൃത കുർബാന അർപ്പിക്കാൻ വേണ്ടി ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലി തുടങ്ങുന്നവർക്ക് എതിരെ കാനോനിക നടപടികൾ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു എന്നാണ് മെത്രാൻ സിനഡ്. അല്ലാതെ ലിസിറ്റും ഇല്ലിസിറ്റും അനിശ്ചിതമായി ചൊല്ലിക്കോ എന്ന് ഒരു മെത്രാൻ സിനഡും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തീരുമാനിച്ചാൽ മെത്രാൻ സിനഡ് തന്നെ മാർപ്പാപ്പയ്ക്ക് എതിരാകും. പിന്നെ മെത്രാൻ സിനഡേ ഉണ്ടാവില്ല, കത്തോലിക്ക സഭയിൽ അവരുണ്ടാവില്ല. മുമ്പത്തെ പാരഗ്രാഫിൽ അൽമായരോട് സംബന്ധിച്ച മാർപ്പാപ്പ ഈ പാരഗ്രാഫിൽ വൈദികരോട് പറയാണ്, നിങ്ങളുടെ തിരുപ്പട്ടം, അതിനോടനുബന്ധിച്ച് പ്രതിബദ്ധത, അനുസരണം ഇതൊക്കെ ഓർമ്മപ്പെടുത്തുക. നിങ്ങൾ വ്യതിചലിക്കരുത്. നിങ്ങളുടെ പാതയിൽ തെന്നി മാറി മെത്രാൻ സിനഡെ ധിക്കരിച്ച് ശീഷ്മയിലേക്ക് പോകരുത്, മാർപ്പാപ്പയെ ധിക്കരിച്ച് ശീഷ്മയിലേക്ക് പോകരുത് എന്നൊക്കെയാണ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 13ാമത്തെ പാരഗ്രാഫ്.
ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനെ എൻ്റെ പ്രതിനിധിയായി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. അദ്ദേഹം നിങ്ങളുടെ ഇടയിൽ വന്നു. സമരവും എതിർപ്പുകളും ചിലപ്പോൾ അക്രമങ്ങളും അവസാനിപ്പിക്കാൻ അദ്ദേഹവും എൻ്റെ പേരിൽ ആവശ്യപ്പെട്ടു. ദൗർഭാഗ്യവശാൽ ഇവയെല്ലാം അവിടെയുണ്ട്. എന്തൊക്കെ? അക്രമങ്ങളും സമരങ്ങളും. ഇതൊക്കെ നിങ്ങളുടെ ഇടയിലുണ്ട്. ഇനി വിമതരും പാമ്പളാനി പിതാവും പറയോ കൽദായ ലോബി പാവം മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന്? ഞാൻ എൻ്റെ പ്രതിനിധിയായി, എന്നെ പ്രതിനിധാനം ചെയ്യാനായി സിറിൽ വാസിൽ പിതാവിനെ അയച്ചു. അദ്ദേഹം നിങ്ങളുടെ ഇടയിൽ വന്നു. നിങ്ങൾ അദ്ദേഹത്തെ കുപ്പിയെറിഞ്ഞു. അതേ, ദൗർഭാഗ്യവശാൽ അക്രമം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ ഇടയിലും അൽമായ മുന്നേറ്റക്കാരുടെയും ഇടയിലുമുണ്ട്. അൽമായ മുന്നേറ്റക്കാരും അവർക്ക് കാടിവെള്ളവും പരുത്തിക്കുരുവും കൊടുക്കുന്ന വിമത വൈദികരും അക്രമത്തിന്റെ പാത സ്വീകരിക്കുന്നുവെന്ന് മാർപ്പാപ്പയ്ക്ക് നേരിട്ട് റിപ്പോർട്ട് കൊടുത്തത് അതിന്റെ ഇരയായ ദൃക്സാക്ഷിയായ സിറിൽ വാസിൽ പിതാവാണ്. മാർപ്പാപ്പ നേരിട്ട് അയച്ച പേപ്പൽ ഡെലഗേറ്റ് അദ്ദേഹമാണ് സിറിൽ വാസിൽ പിതാവ്. മുണ്ടാടനത്തിന് ഉടുപ്പൂരി വിടാൻ നിർദ്ദേശിച്ച അദ്ദേഹമാണ്. അത് ചെയ്യാൻ സമ്മതിക്കാത്ത വിമത മെത്രാന്മാരെയല്ലേ ഉടുപ്പൂരി വിടേണ്ടത്? അങ്ങനെ ചെയ്താലല്ലേ നമ്മുടെ സഭയെ ശുദ്ധീകരിക്കാൻ കഴിയൂ. ദൗർഭാഗ്യവശാൽ അത് അക്രമം നിങ്ങളുടെ ഇടയിലുണ്ട്. അത് എറണാകുളത്തെ വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും ഇടയിൽ മാത്രമല്ല, വിമത മെത്രാന്മാരുടെ ഇടയിലുമുണ്ട്. ഇതെന്റെ വാക്കുകളല്ല, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന്റെ വാക്കുകളാണ്. അദ്ദേഹമാണ് മരിച്ച് കിടക്കുന്നത്. 14ാമത്തെ പാരഗ്രാഫ്. ഈ വിധത്തിലുള്ള സമരങ്ങൾ സഭയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തി ദൈവത്തിന്റെ വിശുദ്ധ ജനശുശ്രൂഷയ്ക്കും ദൈവജനത്തിന് വിശുദ്ധീകരണത്തെ സഹായിക്കുന്ന പല നല്ല സംരംഭങ്ങളും ഇല്ലാതാക്കുന്നതായി നിങ്ങൾ കാണുന്നില്ലേ? മേജർ ആർച്ച് ബിഷപ്പിനോടും പാമ്പളാനി പിതാവിനോടും മറ്റു മെത്രാന്മാരോടുമാണ് ഈ ചോദ്യം. ഈ സമരങ്ങൾ സഭയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഈ സമരങ്ങൾ ചെയ്യുന്നവരെ ആലിംഗനം ചെയ്യാൻ നിങ്ങൾ ഇനി ഒരുമ്പെട്ടാൽ ചീഞ്ഞ മുട്ടകൾ കൊണ്ടുവരുന്ന വിപ്ലവമല്ലേ അത് നിങ്ങൾ കൊണ്ടറിയും. 15ാമത്തെ പാരഗ്രാഫ്. നിങ്ങളുടെ സഭയിലെ മറ്റെല്ലാ രൂപതകളോടും ചേർന്ന് എളിമയോടും വിശുദ്ധിയോടും കൂടി നിങ്ങളുടെ അതിരൂപത 2023 പിറവി തിരുനാളിന് കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട സിനഡ് തീരുമാനം നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. 2023 ഡിസംബർ 7 മാർപ്പാപ്പ ഇത് പറയുന്നത്. 2023 ഡിസംബർ 25 ക്രിസ്മസ് നാളില് ഏകീകൃത കുർബാന നടപ്പാക്കുന്നുവെന്ന് സിനഡ് തീരുമാനം നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. ആരാണ് ഉറപ്പുവരുത്തേണ്ടത്? മെത്രാന്മാര്. അതിന് പകരം മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി പാമ്പളാനി മെത്രാനും എന്താണ് ചെയ്യുന്നത്? മെത്രാൻ സിനഡിനെ തന്നെ ഇരുട്ടിൽ നിർത്തി മെത്രാൻ സിനഡ് തീരുമാനമാണ് സമവായം എന്ന നുണ പറഞ്ഞ് മാർപ്പാപ്പയുടെ ആഹ്വാനത്തെയും തീരുമാനത്തെയും കാറ്റിൽ പറത്തിയിരിക്കുന്നു. മെത്രാന്മാർ ആലോചിക്കൂ, സീറോ മലബാർ സഭയിലെ എല്ലാവരും ആലോചിക്കൂ. ഇങ്ങനൊരു സഭാ നേതൃത്വവും പാമ്പളാനി പിതാവും നമുക്ക് വേണോ നമ്മൾ നയിക്കാൻ? മാർപ്പാപ്പയ്ക്കെതിരെ തീരുമാനമെടുത്ത് ശീഷ്മയിലേക്ക് ഒരു സഭയെ മൊത്തത്തിൽ കൊണ്ടുപോകാൻ നമ്മൾ അനുവദിക്കണം. വീഡിയോയിൽ മാർപ്പാപ്പയുടെ വാക്കുകൾ മെത്രാന്മാരുടെ ആഹ്വാനാണ്. ആദ്യം അൽമായ വിശ്വാസികളോട് പറഞ്ഞു, പിന്നെ മെത്രാന്മാരോട് വൈദികരോട് പറഞ്ഞു, ഇപ്പൊ മെത്രാന്മാരോട് പറയാണ്. ഉറപ്പ് വരുത്തുക. ആരാണ് ഉറപ്പ് വരുത്തേണ്ടത്? മെത്രാന്മാര്. എന്ന് മുതൽ 2023 ഡിസംബർ ക്രിസ്മസ് നാൾ മുതൽ ഇപ്പൊ 1.5 സംവത്സരം കഴിഞ്ഞു. ഉറപ്പ് വരുത്താൻ കഴിയുന്ന മെത്രാന്മാർ എന്താണ് ഏറ്റവും മാന്യമായി ചെയ്യേണ്ടത്? ഞങ്ങൾക്കിത് ഉറപ്പ് വരുത്താൻ പ്രാപ്തിയില്ല, ഞങ്ങളുടെ സിനഡിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തൂ, എന്നിട്ട് മാർപ്പാപ്പ നേരിട്ട് സഭയെ ഭരിക്കൂ, സഭയ്ക്ക് മൊത്തമായി ഒരു പൊണ്ടിഫിക്കൽ ഡെലഗേറ്റിനെ നിയമിക്കൂ. അതല്ലേ ഏറ്റവും ചുരുങ്ങിയ മര്യാദ. അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനം നടപ്പാക്കാനുള്ള ചങ്കുറപ്പുണ്ടെങ്കിൽ അതിനുള്ള ആസൂത്രണം ചെയ്യൂ. നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലെങ്കിൽ ആസൂത്രണം ചെയ്യാൻ കഴിവുള്ളവരുടെ സഹായം തേടൂ. തിന്നൂല്ല തീറ്റിക്കില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് പോയി ഇനിയും സഭയെ വെട്ടിമുറിക്കാൻ അനുവദിക്കരുത്. 16ാമത്തെ പാരഗ്രാഫ്. നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. പിശാച് നിങ്ങളെ വിഘടിത വിഭാഗമായി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ സഹോദരന്മാരെയും വിശ്വാസത്തിലും സഭായിക്യത്തിലും ഉറപ്പാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പെത്രോസിന്റെ പിൻഗാമിയുമായും നിങ്ങളുടെ ഇടയന്മാരുമായും നിങ്ങൾ സഹകരിക്കാത്തത് കാരണം നിങ്ങൾ ചുമതലപ്പെട്ട സഭാധികാരികൾ നിങ്ങൾ സഭയ്ക്ക് പുറത്തു പോകുന്നത് സാക്ഷ്യപ്പെടുത്തുന്ന നിർബന്ധിത സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക. അങ്ങനെ വന്നാൽ ഉചിതമായ സഭാ നടപടികൾ അത്യധികം വേദനയോടെ എടുക്കേണ്ടതായി വരുമെന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അതിലേക്ക് എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മെത്രാന്മാർ, ഈ പാരഗ്രാഫ്
നിങ്ങൾ പല പ്രാവശ്യം വായിക്കണം, കേൾക്കണം. ഞാൻ രണ്ടാമതൊന്നുകൂടി വായിക്കുക. നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. പിശാച് നിങ്ങളെ വിഘടിത വിഭാഗമായി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, എല്ലാ സഹോദരന്മാരും വിശ്വാസം സഭയ്ക്ക് ഉറപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പത്രോസിന്റെ പിൻഗാമിയാണ് മാർപ്പാപ്പ. ആ മാർപ്പാപ്പയുമായും നിങ്ങൾ ഇടയന്മാരുമായും നിങ്ങൾ സഹകരിക്കാത്തത് കാരണം നിങ്ങൾ ചുമതലപ്പെട്ട സഭാധികാരികൾ നിങ്ങൾ സഭയ്ക്ക് പുറത്തു പോകുന്നത് സാക്ഷ്യപ്പെടുത്തുന്ന ആ നിർബന്ധിത സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക, ശീഷ്മ സൃഷ്ടിക്കാതിരിക്കുക. അങ്ങനെ വന്നാൽ, ശീഷ്മയിലേക്ക് പോയാൽ ഉചിതമായ സഭാ നടപടികൾ അത്യധികം വേദനയോടെ ഞാൻ എടുക്കേണ്ടതായി വരും. അതിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്നെ നിർബന്ധിച്ചാലേക്ക് കൊണ്ടുപോകരുത്. ഇപ്പോൾ ഈ സഭയ്ക്ക് പുറത്തു പോകുന്നത് സാഹചര്യം സൃഷ്ടിക്കുന്നത് ആരാണ്? മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും പാമ്പളാനി മെത്രാനും. അപ്പോൾ മാർപ്പാപ്പ ആർക്കെതിരെ നടപടിയെടുക്കേണ്ടി വരിക? വിമത വൈദികർക്കെതിരെ നടപടിയെടുക്കുന്നതിന് മുമ്പ് മേജർ ആർച്ച് ബിഷപ്പിനും പാമ്പളാനി പിതാവിനും എതിരെ മാർപ്പാപ്പ നടപടിയെടുക്കേണ്ടി വരും. അപ്പോൾ പറയും, ആ മാർപ്പാപ്പ മരിച്ചു കിടക്കല്ലേ, അതുകൊണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞത് എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കാൻ, എങ്ങനെയെങ്കിലും സമവായം ഉണ്ടാക്കണമെന്ന്. അദ്ദേഹം ചത്തുപോയില്ലേ എന്നാണ് പറയണേ. ഇന്നലെ ഒരു വികാരി പറഞ്ഞതാ, ചത്തോര് ചത്തു എന്ന് പറഞ്ഞിട്ടാണ് പിക്നിക്ക് പോയത്. ചത്തോര് ചത്തു എന്ന് ഉള്ള മട്ടിലാണ് ടി വിയിൽ മുമ്പിൽ വന്നിരുന്നിട്ട് എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കണം എന്നും പറഞ്ഞ് പാമ്പളാനി പിതാവ് സംസാരിക്കുന്നത്. അവരാണ് സഭയ്ക്ക് പുറത്തു പോകുന്നത്. ആ നിർബന്ധിത സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ, അങ്ങനെ വന്നാൽ ഉചിതമായ നടപടികൾ അത്യന്തികം വേദനയോടെ അടുത്ത മാർപ്പാപ്പ എടുക്കേണ്ടതായി വരും. 17. അതുകൊണ്ട് ഈ വരുന്ന പിറവി തിരുനാളിൽ 2023 ക്രിസ്മസ് നാളിൽ സീറോ മലബാർ സഭയിലുടനീളം ചെയ്യുന്നത് പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പണം നടത്തണം. ആരാധനക്രമത്തിൽ നിങ്ങൾ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് പറയുകയും അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതെല്ലായ്പ്പോഴും സഭാ കൂട്ടായ്മയുടെ ഒരു പ്രധാനപ്പെട്ട അടയാളമായിരുന്നു. അപ്പോൾ നിങ്ങൾ വിശ്വാസികൾ എല്ലാവർക്കും അതൊരു നല്ല പിറവി തിരുനാൾ ആഘോഷമായിരിക്കും. ഇത് മെത്രാന്മാർ ഉറപ്പ് വരുത്തിയില്ല. നമുക്ക് കിട്ടിയതോ പിറവി തിരുനാളല്ല, നിയമാനുസൃതമല്ലാത്ത കുർബാനിൽ പങ്കെടുത്തതിൻ്റെ പാപദോഷം. അതിന് ഉത്തരവാദികൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപൊലീത്തമാർ. 18. ദയവായി ക്രിസ്തുവിന്റെ ശരീരത്തെ മുറിപ്പെടുത്തുന്നത് നിങ്ങൾ തുടരരുത്. സഭാഗാത്രത്തിൽ നിന്ന് സ്വയം വേർപെട്ട് പോകരുത്. നിങ്ങൾക്കെതിരെയും അന്യായമായവ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഉദാരതയോടെ ക്ഷമിക്കുക. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തെ അവിടെ കുർബാനയാണ് ഉദ്ദേശിക്കുന്നത്, മുറിപ്പെടുത്തുന്നത് നിങ്ങൾ തുടരരുത്. 19. പരിശുദ്ധ കുർബാനയെ നിങ്ങളുടെ ഐക്യത്തിന്റെ മാതൃകയാകട്ടെ. സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തെ തച്ചുടയ്ക്കരുത്. കുർബാനയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയായാൽ ഓരോരുത്തരും തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. 1 കൊരിന്തോസ് 11:29. അങ്ങനെ നിങ്ങൾ പലരും ദുർബലരും രോഗികളും ചിലരെല്ലാം മരിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. പൗലോസിന്റെ വാക്കുകളാണ്. 20. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുതേ. നന്ദി. ദിവംഗതനായി ഇപ്പോൾ ശവമഞ്ചത്തിൽ കിടക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളാണ് 2023 ഡിസംബർ 7 അദ്ദേഹം നൽകിയത്. ആ മാർപ്പാപ്പയോട് സ്നേഹമോ ആദരവോ ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശിരസ വഹിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന ചൊല്ലാനുള്ള നടപടികൾ എടുക്കുക. മെത്രാന്മാർ അതിന് തയ്യാറാവുക. അങ്ങനെ സുറിയാനി കത്തോലിക്ക സഭ ശക്തമായ സഭയാണ്. സുറിയാനി കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭ 2ാമത്തെ വലിയ സഭയാണ്. അതിൻ്റെ മേജർ ആർച്ച് ബിഷപ്പ് മാർപ്പാപ്പയുടെ കബറടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പങ്കെടുക്കുന്നില്ലെങ്കിൽ അത് വലിയൊരു ഒരു ഒരു തെറ്റായ സന്ദേശമാണ്. അദ്ദേഹത്തിന് കർദിനാൾ പദവി കിട്ടേണ്ടതായിരുന്നു. അത് മാർപ്പാപ്പയെ അനുസരിച്ചാലല്ലേ കിട്ടുക. മാർപ്പാപ്പയ്ക്ക് എതിരെ തീരുമാനിച്ചാൽ കിട്ടുമോ? അങ്ങനെ സഭയ്ക്ക് കിട്ടേണ്ടതായ ന്യായമായി കിട്ടേണ്ടത് 2ാമത്തെ വലിയ സഭയാന്ന് ഓർക്കണം. 5 ലക്ഷം പോലും ഇല്ലാത്ത ആളുകൾ കളിക്കുന്ന കളി കണ്ടാൽ ഇവിടെ 55 ലക്ഷം ഉണ്ടായിട്ട് കളിക്കാനും അറിയില്ല. കളി എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വളരെ ദാരുണമാണ്, ദുരന്തപൂർണമാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് ആളില്ലാത്തത് കൊണ്ടല്ല, തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള ചങ്കുറപ്പൻ്റെ കുറവും ആസൂത്രണത്തിൻ്റെ കുറവും. അത് ആസൂത്രണം ചെയ്യാനും നടപ്പാക്കാനും കഴിവുള്ളവരെ ഏൽപ്പിക്കാനുള്ള
മനസ്സില്ലായ്മ, ആ എളിമയില്ലായ്മ, സ്വന്തം ഈഗോയുടെ കാരാഗ്രഹത്തിൽ അടച്ചു പൊട്ടപ്പെട്ടിരിക്കുന്ന കുറച്ച് പേര്, പിന്നെ സഭയെ എതിർക്കുന്ന വിമത മെത്രാന്മാരും വൈദികരും തമ്മിൽ ഭയങ്കര കോർഡിനേഷൻ, സഭയെ സ്നേഹിക്കുന്ന മെത്രാന്മാർ തമ്മിൽ കോർഡിനേഷനേ ഇല്ല. തിന്മയുടെ ശക്തികൾ ഭയങ്കര കോർഡിനേഷനാണ്. വിമത മെത്രാന്മാരും വിമത വൈദികരൊക്കെ ഭയങ്കര കോർഡിനേഷൻ. സഭയെ സ്നേഹിക്കുന്ന മെത്രാന്മാർ വൈദികർ തമ്മിൽ കോർഡിനേഷൻ ഇല്ല. പിന്നെ എങ്ങനെയാണ് നടപ്പാക്കുക? ഇതൊക്കെ നമ്മുടെ ഈ ഓരോരുത്തരും ഇരിക്കുന്ന സ്ഥാനത്തിന് ചേർന്നതാണോ? കർത്താവിൻ്റെ ഹിതമാണോ? കർത്താവിൻ്റെ ഹിതം അനുസരിച്ചാണോ ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് ഓരോ മെത്രാനും ഓരോ ഈ സഭയെ സ്നേഹിക്കുന്ന ഓരോ വൈദികനും ഓരോ ആത്മായ വിശ്വാസിയും ആത്മാർത്ഥമായിട്ട് ചിന്തിക്കട്ടെ, ആത്മശോധന ചെയ്യട്ടെ. ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ തോന്നും, താൻ ഗാലറിയിലിരുന്ന് ഗോളടിക്കാൻ നോക്കല്ലേ എന്ന്. അത് നിങ്ങൾക്ക് എൻ്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ അന്വേഷിച്ച് നോക്കുക എൻ്റെ ചരിത്രം എങ്ങനെയാണ്, ആരോടൊക്കെയാണ്, ഏത് ഗ്രൗണ്ടിലൊക്കെയാണ് ഞാൻ കളിച്ചിട്ടുള്ളത് എന്ന് ഒന്ന് ചോദിച്ച് നോക്ക്, അന്വേഷിച്ച് നോക്ക്. ഞാൻ ചില വീഡിയോസൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും പിന്നെയും എന്നെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പടവെട്ടി പോരാടി, അതും ഇന്ത്യയിലെ ഏറ്റവും ശക്തിയുള്ള നേതാക്കന്മാർക്കെതിരെ പരസ്യമായ നിലപാടെടുത്ത് എൻ്റെ ജീവന് ഭീഷണി നേരിട്ട് പോലീസ് പ്രൊട്ടക്ഷനിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. കോടതി കേസും പോലീസ് കേസും ഹൈക്കോടതിയിലൊക്കെ എനിക്കെതിരെ കേസുകളുണ്ടായിരുന്നു. ഞാൻ സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടൊക്കെ ഇടപെട്ടതിൻ്റെ പേരിലാണ്. അപ്പോൾ ചെറിയ തോതിലൊന്നും അല്ല എനിക്കെതിരെ ഉണ്ടായിരുന്ന എതിർപ്പുകൾ. കേരള മുഖ്യമന്ത്രിയാണ് അന്ന് എൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഓർഡർ ഇട്ടത്. 11 പോലീസുകാരാണ് എനിക്ക് സംരക്ഷണം നൽകിയത്. പിന്നെ ആ പോലീസ് സംരക്ഷണം പിൻവലിച്ചപ്പോൾ 40 ചെറുപ്പക്കാരാണ് 2 ഗണമായിട്ട് എനിക്ക് സംരക്ഷണം നൽകിയത്. RSSന്റെ അന്നത്തെ ഇന്ത്യയുടെ ചീഫ്, ഇപ്പം മോഹൻ ഭഗവത്, അന്ന് സുദർശൻ, അദ്ദേഹത്തിനെതിരേക്കായിരുന്നു ഞാൻ പോരാടിയത്. അത് ചെറിയ കാര്യമല്ലെന്ന് നിങ്ങൾക്കറിയാലോ. ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ ഞാൻ ലേഖനങ്ങൾ എഴുതിയതും പോരാടിയതും. പിന്നീട് ഒരുപാട് കഥകൾ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ഗാലറിയിലിരുന്ന് ഗോളടിക്കുന്ന ആളല്ല ഞാൻ. ഗ്രൗണ്ടിൽ കളിച്ച് പയറ്റി തെളിഞ്ഞിട്ടാണ് ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ട് തെറി പറഞ്ഞോളൂ, നിങ്ങൾക്ക് തന്നെ തെറി പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. എനിക്കിത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തെറി പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഖണ്ഡിക്കാനുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ എൻ്റെ മുമ്പിൽ വില പോകില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. സഭയുടെ സ്നേഹത്തെ പ്രതിയും കർത്താവിന്റെ സ്നേഹത്തെ പ്രതിയും സുറിയാനി കത്തോലിക്ക സഭ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന മാരകമായ ആ സാഹചര്യത്തെ ഒഴിവാക്കാൻ വേണ്ടിയുമാണ്. മാത്രമല്ല, അതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ആ ദുരന്തത്തിന് രക്ഷിക്കേണ്ടവർ തന്നെ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടുന്ന ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പരസ്യമായി പറയേണ്ടി വന്നത് പരസ്യമായി മാർപ്പാപ്പയ്ക്കെതിരെ മെത്രാപ്പോലിത്ത തന്നെ വന്നതുകൊണ്ടാണ്. അപ്പോൾ തന്നെ നമുക്ക് പറയാതെ ഇരിക്കാൻ നിവൃത്തിയില്ല. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് എല്ലാ ആദരാഞ്ജലികൾ അർപ്പിച്ചും അദ്ദേഹത്തിന്റെ വാക്കുകൾ നിറവേറ്റാൻ പ്രതിജ്ഞാബദ്ധമാണ്. ജീവൻ കൊടുത്തും പ്രാണം കൊടുത്തും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ടും ഞാൻ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.